ഇതിന്റെ പേരെന്തായിരുന്നു? ബ്രസ്റ്റ് പമ്പ്. അതാണ് മേടിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് നോക്കാം സംഭവം ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഒരു ബോക്സ് ആയിട്ടാണ് വന്നേക്കുന്നുണ്ട്. ഇത്ര ഒരു ബോക്സ് ആയിട്ടാണ് കാര്യം. വേണോ ഇത്? അല്ല, ഇത് വേറെ, ഇത് സെപ്പറേറ്റ് ഞാൻ ഓർഡർ ചെയ്യും. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. ഞങ്ങളിത് പുതിയൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബ്രസ്റ്റ് പമ്പിന്റെ ആണ് അൺബോക്സിംഗ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ശരിക്കും ഇത് അമ്മ പൊട്ടിച്ചു വെച്ചതാണ് കേട്ടോ. ഇവിടെ വന്നപ്പോഴേ പകുതി നോക്കാൻ വേണ്ടി സാധനം ഉണ്ടോ എന്ന് നോക്കാൻ. അയച്ചു വന്നത് ഉള്ളത് തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടി അമ്മ പൊട്ടിച്ചു വെച്ചു. അതിന്റെ ഫ്രണ്ടിൽ തന്നെ നല്ലൊരു ബില്ലുണ്ട്. ഏകദേശം ഈ പ്രോഡക്റ്റിന്റെ എമൗണ്ട് 2800. റേറ്റ് അഫോർഡബിൾ ആയിട്ടും പിന്നെ പ്രോഡക്റ്റ് കുറച്ച് നല്ലതാണെന്നും തോന്നിയ ഐറ്റമാണ് വാങ്ങിയത്. ഇതാണ് എൻ്റെ ഫീഡിങ് ബോട്ടിലാണ്. അതിനുള്ളിൽ നിബിളുണ്ട്. ഇതാണ് ഇലക്ട്രിക്കൽ ഡിവൈസ്. അതെ, അതിന്റെ മെയിൻ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ഡിവൈസ് ആണ്. പിന്നെ ഇത് അതിന്റെ കൂടെ തന്നെ നമുക്ക് കിട്ടിയതാണ്. കിട്ടിയതാന്ന് പറയാൻ പറ്റില്ല, അതിന് രണ്ടിനും കൂടെ നമുക്കൊരു ഓഫർ പ്രൈസ് വന്നതാണ്. ഓഫർ പ്രൈസിലാണ് വാങ്ങിയത്. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതാണ് സംഭവം. അതിലും ഉണ്ട് നമുക്ക് എത്ര ml ആണ് എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ കറക്റ്റായിട്ട് അതിലും നമുക്ക് ആ മെഷർമെന്റ് കറക്റ്റായിട്ട് ഇതിലുണ്ട്. നമ്മൾ മിൽക്ക് എടുത്ത് ഇതിൽ സ്റ്റോർ ചെയ്ത് നമ്മൾ വെച്ചു. നമുക്ക് ഫ്രിഡ്ജിലൊരു എന്താ പറയുക, ഒരു 2 days വരെ നമുക്ക് ഫ്രിഡ്ജിൽ ഇത് ഇങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. നോർമലായിട്ട് നമുക്ക് ഫ്രീസറിലൊന്നും വെക്കണ്ട, നോർമലായിട്ട് തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് പറ്റും. ഇതിലും നമുക്ക് ഫീഡ് ചെയ്തിട്ട് നമുക്ക് ഇതിലും നമുക്ക് കുറച്ച് മാറ്റിയെടുത്ത് വെക്കാം. അതേപോലെ തന്നെ അതല്ല നമുക്ക് കുറേ ദിവസത്തേക്ക് വയ്ക്കണം എന്നാണെങ്കിൽ നമുക്കൊരു 3 to 6 months വരെയൊക്കെ നമുക്ക് ഇതിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇത് ഇതിലും ഉണ്ട്. അതിനകത്ത് മെഷർമെന്റ് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നെയിം നമുക്ക് എഴുതി വെക്കാം. അതുപോലെ ടൈം നമുക്ക് എഴുതി വെക്കാനായിട്ട് പറ്റും. എത്ര മണിക്കാണ് അതുപോലെ എത്ര മണിക്കാണ് നമ്മൾ എടുത്ത് വെച്ചത്, എപ്പോഴാണ് വെച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കിതിൽ എഴുതി വെക്കാനായിട്ട് പറ്റും. പ്രീ സ്റ്റെറിലൈസ്ഡ് ബാഗ്സ് ആണ്. അതുപോലെ BPA ഫ്രീ ആണ്. 100% ഫുഡ് ഗ്രേഡ് മെറ്റീരിയൽ ആണ്. സ്റ്റോർ ചെയ്യാനും ഫ്രീസ് ചെയ്യാനും ഒക്കെ നമുക്ക് ഒരുപാട് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇറ്റ് ഹാസ് വൈഡ് നെക്ക് ഓപ്പണിംഗ് ഫോർ ഈസി ഫില്ലിംഗ് ഓഫ് പോറിംഗ്. നമുക്ക് പെട്ടെന്ന് തന്നെ അതിനകത്ത് പോർ ചെയ്യാനും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഇത് ഫില്ല് ചെയ്യാനും ഒക്കെ സാധിക്കുന്ന അവർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കൺവീനിയന്റ് ആയിട്ടും ഹൈജീനിക് ആയിട്ടും നമുക്കിതിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും എന്നവരിതിൽ എല്ലാ ഡീറ്റെയിൽസും അവർ കൊടുത്തിട്ടുണ്ട്. എല്ലാം നമുക്ക് എഴുതാൻ പറ്റും, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളും എങ്ങനെയാണ് നമുക്കിതിൽ സ്റ്റോർ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഡിസ്ക്രിപ്ഷനും എല്ലാം ഇതിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഉപകാരപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആയത്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുഞ്ഞായി കഴിഞ്ഞപ്പോൾ ഒരു 3 months ആയി. ഇപ്പോൾ 3 months ആയപ്പോഴാണ് ഇതിൻ്റെ ഒരു ഇത് മനസ്സിലായത്. കാരണം നമുക്ക് അത്യാവശ്യം പെട്ടെന്നൊന്ന് പുറത്തേക്ക് പോകണം, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പുറത്ത് പോകണം എന്ന് വരുമ്പോൾ ഇങ്ങനൊരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഉപകാരമായിരിക്കും. നമ്മൾ ആരെയും ഫീഡ് ചെയ്യണമല്ലോ എന്നുള്ളൊരു ടെൻഷൻ ഇല്ലാതെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് കൊടുത്തോളും. നമുക്കിതിൽ സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 3 to 6 months വരെ നമുക്കിത് വെക്കാം. അപ്പം നമ്മളിത് വെക്കുന്ന സമയത്ത് ഇതിൽ കറക്റ്റായിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം എത്ര മണിക്കാണ് എന്നാണ് നമ്മൾ വെച്ചതെന്നുള്ള കാര്യം. അതുപോലെ തന്നെ നമ്മളിത് വെക്കുന്നത് പിന്നീട് നമ്മൾ അതെടുത്ത് ഉപയോഗിക്കരുത്. ഇത് നമ്മൾ പുറത്തെടുത്ത് വെച്ചാൽ നമ്മളിപ്പോൾ ഇതിൽ നമ്മൾ മിൽക്ക് എടുത്ത് നമ്മൾ പുറത്ത് വെച്ചു എന്ന് കരുതിക്കും. നമുക്ക് എന്നിട്ട് 3-4 മണിക്കൂർ വരെ നമുക്ക് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഫ്രിഡ്ജിലാണെങ്കിൽ നമുക്ക് ഒരു 2 days വരെയും ഫ്രീസറിലാണെങ്കിൽ ഒരു 3 to 6 months വരെയും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ജോലിക്ക് പോകുന്ന അമ്മമാർക്കും അതേപോലെ നമ്മുടെ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്ത് പോകുന്നവർക്കും പഠിക്കാൻ പോകുന്ന അമ്മമാർക്കും ഒക്കെ ഭയങ്കര ഉപകാരപ്പെട്ട ഒരു പ്രോഡക്റ്റാണ്. എന്തായാലും ന്യൂ മംസ് എന്തായാലും വാങ്ങിക്കേണ്ട ഒരു പ്രോഡക്റ്റ് തന്നെയാണിത്. പിന്നെ ഇതിലവർ പാഡ് കൊടുത്തിട്ടുണ്ട്. രണ്ട് പാഡ് അവർ ഇതിൽ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു താങ്ക് യു ഫോർ ചൂസിങ് അസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ലവ്ലപ്പിൻ്റെ തന്നെ പിന്നെ ഒരു കാർഡും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് അവരുടെ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നുള്ള യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. 1 year വാറണ്ടി കാർഡ് ഇതിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലൊരു ബാഗ് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് അവരൊരു ബാഗ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്കിതിങ്ങനെ സേഫ് ആക്കി വെക്കാനായിട്ട് സാധിക്കും. പിന്നെ എന്തായാലും
ഇതാണ് ബ്രസ്റ്റ് മിൽക്കിന്റെ ബ്രസ്റ്റ് പമ്പ് എന്ന് പറയുന്നത്. ഞാൻ ആദ്യം ഇതിന് മാനുവലും കിട്ടും, മാനുവലിനും തുച്ഛമായ പൈസയെ വരുന്നുള്ളൂ. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഈ 2 പ്രോഡക്റ്റും കൂടെ ഒന്നിച്ച് കിട്ടുന്നത് കൊണ്ട് ആണ് ഇത് ഒന്നിച്ചിങ്ങനെ വാങ്ങിയത്. അപ്പം രണ്ടായാലും മാനുവൽ ആണെങ്കിലും ഉപകാരമാണ്, ഇതാണെങ്കിലും ഉപകാരമാണ്. ഏതായാലും എന്തായാലും നിങ്ങൾ ന്യൂ മംസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങേണ്ട ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. ഞാൻ ഈ കമ്പനി തന്നെ വാങ്ങണമെന്നൊന്നും പറയില്ല, ഇതിലും വേറെയും കുറേ കമ്പനീസ് ഉണ്ട്, വേറെയും കുറേ പ്രോഡക്റ്റുകളുണ്ട്. നല്ലത് നോക്കി നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അത് വാങ്ങിക്കാം. ഞാനിത് വാങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിട്ട് അഫോർഡബിൾ ആയിട്ട് തോന്നിയതും അതുപോലെ നല്ല പ്രോഡക്റ്റ് ആണ് എന്ന് എനിക്ക് തോന്നിയതാണ്. കുഞ്ഞിൻ്റെ ഉടുപ്പുകളൊക്കെ ഞാൻ ഈ കമ്പനിയുടെ ലെവലപ്പിൻ്റെതാ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് ഞാൻ വാങ്ങിയത്. എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ ചെയ്തത്. അപ്പം നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടാവണം. തുടർന്ന് മുമ്പോട്ട് നിങ്ങൾ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്.